ഒരു ദിവസവും ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യം ചോദിച്ചു, ലൈഫിൽ നമുക്ക് എങ്ങനെ വാല്യൂ ഉണ്ടാവുക, എങ്ങനെ ഈ വാല്യൂ മനസ്സിലാക്കുക എന്നൊക്കെ. അപ്പം ഗുരു ശിഷ്യന്റെ കയ്യിൽ ഒരു കല്ല് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ കല്ലുമായിട്ട് പല കടകളിൽ കയറി ഇറങ്ങണം, അല്ലെങ്കിൽ പല ഷോപ്പിൽ നീ കയറി ഇറങ്ങണം. എന്നിട്ട് ഇതിന്റെ വില നീ ചോദിക്കണം, ഇതിന്റെ വാല്യൂ നീ ചോദിക്കണം. പക്ഷെ ഇത് ഒരിക്കലും വെക്കാൻ പാടില്ല. ഇത് കേട്ടിട്ട് ശിഷ്യൻ എന്ത് ചെയ്ത് ആ കല്ലുമായിട്ട് പല കടകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. ആദ്യം ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി. അവിടുത്തെ ആളോട് ചോദിച്ചു, ഈ ഒരു കല്ലിന് നിങ്ങൾ എന്ത് തരും? അപ്പൊ ആള് പറഞ്ഞു, ഈ ഒരു കല്ലിന് ഞാൻ നമുക്കൊരു 10 ആപ്പിൾ തരാം. അവിടെ നിന്ന് ഇറങ്ങി വേറെ കടയിൽ കയറി. അവിടുത്തെ ആളോട് ചോദിച്ചു, ഈ ഒരു കല്ലിന് എന്ത് വില തരും? അപ്പൊ അവിടുത്തെ ആള് പറഞ്ഞു, ഈ ഒരു കല്ലിന് ഞാൻ നിങ്ങൾക്ക് ഒരു ചാക്കരി തരാം. അങ്ങനെ ഈ ശിഷ്യൻ പല കടകളിൽ കയറി ഇറങ്ങി. പല സ്ഥലത്തും പല വിലയാണ് പറയുന്നത്. അവസാനം ഒരു കല്ലിന്റെ കടയിൽ ഈ ശിഷ്യൻ എത്തിപ്പെട്ടു. അവിടുത്തെ ആള് ഈ കല്ലിന്റെ തിളക്കം കണ്ടിട്ട് ഒരു വലിയൊരു സംഖ്യ പറഞ്ഞു, വലിയൊരു എമൗണ്ട് പറഞ്ഞു. ഇതൊക്കെ കണ്ട് ശിഷ്യൻ എന്ത് ചെയ്ത് ആ കല്ലുമായി തിരിച്ച് ഗുരുവിന്റെ അടുത്തേക്ക് മടങ്ങി. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഗുരുവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ലൈഫിൽ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് പ്രധാനം. നമ്മൾ നിൽക്കുന്ന സ്ഥലം, അവിടെ നിനക്കൊരു വാല്യൂ കിട്ടുന്നില്ലെങ്കിൽ, ആരും നിന്നെ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ചേഞ്ച്. കാരണം അത് നിന്നെ വല്ലാണ്ട് ബാധിക്കും, നിന്നെ അത് ഡിസ്ട്രോയ് ചെയ്യും. നീ നാളെ വേറെ നീ സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ നിനക്ക് അവിടെയും വില കിട്ടണമെന്നില്ല. ബട്ട് കീപ്പ് ഓൺ ചേഞ്ചിങ്. പല പല പുതിയ കാര്യങ്ങൾ പഠിക്കും, പല പല പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. ബട്ട് നിനക്ക് എവിടെയാണോ വില കിട്ടുന്നത്, എവിടെയാണോ നിനക്ക് വാല്യൂ ഉള്ളത്, അവിടെ നിൽക്കുക. ദാറ്റ്സ് യുവർ റൈറ്റ് പ്ലേസ്.